നാരായണ 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 നാരായണ. ശ്രീ ഗുരുവായൂരപ്പ ശരണനാരായണ. ശ്രീമന്നാരായണീയം ദശകം 39. ഇത് 7-ാമത്തെ ശ്ലോകം. ഓം പ്രഗേ പുനരഗാത്മജാവചനമീരിതാ ഭൂഭുജ പ്രലംബകപൂതന പ്രമുഖദാനവാമാനിന ഭവന്നിധനകാമ്യയാ ജഗതി ബഭ്രമുർനിർഭയാ കുമാരകവിമാരകാ കിമിവ ദുഷ്കരം നിഷ്കൃപൈ. പുനഃ അതിനുശേഷം പ്രഗേ പ്രഭാതത്തിൽ, അന്നത്തെ രാത്രി അങ്ങനെയാണ് കഴിഞ്ഞു. പിറ്റേ ദിവസം പ്രഭാതത്തിൽ ഭൂഭുജ ഭോജരാജാവായിട്ടുള്ള കംസനാൽ അഗാത്മജാവചനം പർവ്വതത്തിൻ്റെ മകളുടെ വാക്കുകൾ. അഗാത്മജ അകന്ന് പറഞ്ഞാൽ പർവ്വത, അപ്പം പാർവതിയുടെ എന്നുവെച്ചാൽ അതാണ് അഗാത്മജാവചനം. പർവ്വതത്തിൻ്റെ മകള് പാർവതിയുടെ വാക്കുകൾ ഈരിത. ഇങ്ങനെ പറഞ്ഞ് കംസൻ ആ സഭയിലുള്ള എല്ലാവരോടും പറഞ്ഞു. മന്ത്രിമാർ, ദുഷ്ടന്മാരായിട്ടുള്ള കുറേ ആളുകളുണ്ട്. അവരൊക്കെ മാനിനഹ അഹങ്കാരികളാണ്, ദേഹാഭിമാനികളാണ്. പ്രലംബ ബക പൂതന പ്രമുഖ ദാനവാഹ. പ്രലംബൻ, ബകൻ, പൂതന തുടങ്ങിയിട്ടുള്ള അസുരന്മാർ. ഇവിടുന്ന് അങ്ങോട്ട് ബാലലീലയിൽ ഒരുപാട് അസുരന്മാരെ വധിക്കുന്നുണ്ട്. അവരൊക്കെ അവിടെ ഉണ്ട്. അതാണ് പ്രലംബൻ, ബകൻ, പൂതന എന്നൊക്കെ തുറന്നിട്ടുള്ള കേശിയായാലും അരിഷ്ടനായാലും തൃണാവർത്തനായാലും അഖാസുരനായാലും അതേപോലെ വ്യോമാസുരനായാലും ഈ വത്സാസുരനായാലും ഈ ശകടാസുരനായാലും ഒക്കെ അതിൽ പെട്ടതാണ്. അനവധിയുണ്ട്. ഇവരൊക്കെ കംസൻ്റെ കൂട്ടുകാരാണ്, കംസനാൽ സ്നേഹിതന്മാരാക്കിയവരാണ്. ചിലരൊക്കെ കംസനോട് എതിർത്തിട്ട് തോറ്റവരാ. അപ്പോൾ കംസന് എന്താണോ ഇഷ്ടച്ചാൽ അതിനനുസരിച്ച് ചെയ്യാമെന്നുള്ള ഒരു കരാറിലാണ് ജീവൻ തിരിച്ചു കൊടുത്ത്. അങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേകതകളുണ്ട്. കംസൻ സ്വതേ ആരെയും കൊന്നിട്ടില്ല എന്നാ, എല്ലാവരെയും തൻ്റെ കീഴിലാക്കിയെടുക്കുക. അപ്പോൾ ഈ അസുരന്മാരൊക്കെ കംസൻ്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറുള്ളവരാണ്. പൂതന പ്രമുഖ ദാനവാഹ ഭവൻ നിധന കാമ്യ, ഭഗവാനായിട്ടുള്ള കൃഷ്ണനെ കൊല്ലാനുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് നിർഭയാഹ, പേടിയില്ലാത്തവരാ. മരണത്തിനൊരു പേടിയില്ല, കാരണം കംസൻ കൊന്നിട്ടില്ല. കംസനേക്കാൾ വലിയൊരാളെ ഇവർ ചിന്തിക്കുന്ന പോലുമില്ല. അപ്പം അതുകൊണ്ട് ഒരു പേടിയില്ല അവർക്ക്. നിർഭയാഹ കുമാരക വിമാരകാഹ. അപ്പം ഈ കുമാരന്മാരെ കൊന്നൊടുക്കുന്നവരായിട്ട് കുറേ ആൾക്കാരുണ്ട്. അതായത് 10 വയസ്സിൽ താഴെയുള്ള ആളുകളെ കൊല്ലുക, തിന്നുക. അങ്ങനെ ചില മറ്റേ ദുഷ്ടന്മാരായിട്ട് രാക്ഷസന്മാരുണ്ട്, അസുരന്മാർ. അവരായിട്ട് കംസന് നല്ല കൂട്ടാണ്. അപ്പോൾ അവരെയൊക്കെയാണ് ഇപ്പോൾ വിളിച്ചു വരുത്തിയത്. ഈ ജഗതി ബഭ്രമു അവർ കംസൻ്റെ ആജ്ഞ അനുസരിച്ച് എല്ലാ ദിക്കിലും ഈ ലോകത്തിൽ മുഴുവനെ ചുറ്റിത്തിരിഞ്ഞു. അവർക്ക് ആകാശത്തിലൂടെ സഞ്ചരിക്കാം, എവിടെ വേണച്ചാൽ എത്താം. എന്തൊക്കെയാണുള്ളത്, എവിടെയൊക്കെയാണുള്ളത് എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് അപ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാ അസുരന്മാരും ഈ കംസൻ്റെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചു വരുത്തി അതിനുള്ള തീരുമാനമായി. അവരിങ്ങനെ ആകാശത്ത് ചുറ്റി നടന്നു. നിഷ്കൃപൈഹി, ഒരു ദയയില്ലാത്ത, കിമിവ ദുഷ്കരം, അങ്ങനത്തെ ഈ അസുരന്മാർക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അതുമില്ല, എന്തും ചെയ്യവർ. അതാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ 8 കൈകളോട് കൂടിയിട്ട് ദർശനം കൊടുത്തു. ശംഖുചക്ര ഗദ പത്മങ്ങൾ, അതേപോലെ തന്നെ അഭയവരദം, അമ്പും വില്ലും, അതേപോലെ വാളും പരിചയും, പാശം അങ്കുശം, അതേപോലെ ശൂലം, പിന്നെ ഖണ്ഡ മണി, അതേപോലെ ഈ ദാരുകൻ്റെ ശിരസ്, കപാലം, പാത്രം, ഭിക്ഷാപാത്രം, പിന്നെ ഇനി ജപമാല തൊട്ടുള്ള അങ്ങനത്തെ ഒക്കെ വേറെ ഉണ്ട്. ഏത് സ്ത്രീ രൂപത്തിലാണ്, ഏത് ദേവതാ രൂപത്തിലാണ്, ഏത് ഈ അഷ്ടഭുജയായിട്ടാണ് വന്നത് എന്ന് പറയാൻ നിർത്തിയില്ല. കാരണം കലികാലത്തിൽ എന്തൊക്കെയാണോ അമർച്ച ചെയ്യേണ്ടത് അതിനനുസരിച്ചുള്ള ആയുധങ്ങളെ അതാത് സമയത്ത് എടുക്കും എന്നാണ്.
അപ്പോൾ അനവധി തരത്തിൽപ്പെട്ടതായിട്ടുള്ള ആയുധങ്ങളുണ്ട്. ഇവിടെ ഏത് ആയുധങ്ങളെ കൊണ്ടുവന്നു എന്നുള്ളത് പ്രസക്തിയില്ല. അപ്പം അതുകൊണ്ട് 8 കൈകളോട് കൂടി വന്നു. ആയുധങ്ങൾക്കല്ല പ്രസക്തി എന്ന് സാരം, അത്രയേ ഉള്ളൂ. 8 കൈ എന്നുള്ളത് പൂർണ്ണതയാണ്. അപ്പം അതുകൊണ്ട് പൂർണ്ണതയ്ക്കാണ് താല്പര്യം. ഇപ്പം ഇവിടെ 8 കൈയുള്ള ഈ സ്ത്രീ രൂപത്തിലാണ് വന്നത്, സിംഹാരൂഢയാണ്, ഇങ്ങനെയൊക്കെ ഉണ്ട്, പലതുമുണ്ട്. അതൊക്കെ പറഞ്ഞപ്പോൾ ഈ ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാർ കൂട്ടുകാർ പറഞ്ഞു, അതൊന്നും സാരില്ല, അങ്ങയെ ഇപ്പോൾ ആരും ഒന്നും ചെയ്യാൻ കൂട്ടിയാൽ പറ്റില്ല. പിന്നെ ഒരു സ്ത്രീയുടെ വാക്ക് അതൊരിക്കലും വിശ്വസിക്കും വേണ്ട, നമുക്ക് അതിനുള്ള പരിഹാരമൊക്കെ ചെയ്യാം. അങ്ങിപ്പോൾ ആ അമ്മ പറഞ്ഞു, എന്താ പറഞ്ഞെന്നാ പറഞ്ഞ്, ഇപ്പോൾ കുട്ടി ജനിച്ചിട്ടുണ്ട് എന്നല്ലേ, ഒരു കാര്യം ചെയ്യാം, ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ജനിച്ച എല്ലാ കുട്ടികളെയും വേണ്ട, നമുക്കൊരു 6 മാസം എടുക്കുക, അല്ലെങ്കിൽ 1 വയസ്സ് വരെയുള്ള കുട്ടികളെ എടുക്കുക, എല്ലാവരെയും കൊല്ലാം. കുട്ടികളെയൊക്കെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ, പിന്നെ അവർ വളരില്ലല്ലോ. അത് നല്ല തീരുമാനമാണ്. എന്നാൽ ശരി, ഇപ്പം ജനിച്ച എല്ലാ കുട്ടികളെയും കൊല്ലുക എന്നുള്ളത് തീരുമാനമായി. ആരാ നടപ്പാക്കേണ്ടത്? അപ്പോൾ പൂതന പറഞ്ഞു, ഞാനാവാം. പൂതനയ്ക്ക് നല്ല ശീല. അപ്പം അതുകൊണ്ട് പൂതന എന്നെ അത് ഏറ്റെടുത്തു. എവിടേക്കാണോ കുട്ടികളിൽ വെച്ചാൽ അവിടെയൊക്കെ ചെല്ലുക, നല്ല സുന്ദരിയായിട്ട് ചെല്ലും. സ്ഥാനത്തിൽ കാളക്കൂട വിഷം പുരട്ടിയുണ്ടാവും, അത് കുട്ടിക്ക് കൊടുക്കും. അപ്പോൾ തന്നെ കുട്ടി മരിക്കുകയും ചെയ്യും. ഒന്നും അറിയാത്ത പോലെ പൂതന അവിടെ നിന്ന് പോവും, അല്ലാച്ചാൽ ആ കുട്ടിയെ തിന്നും ചെയ്യും. അങ്ങനെയൊക്കെയാണ് അവസ്ഥ. അപ്പോൾ ഈ കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ. ഭോജരാജാവായിട്ടുള്ള കംസൻ പർവ്വതത്തിൻ്റെ മകളായിട്ടുള്ള പാർവതി പറഞ്ഞ ഈ നന്ദജ പറഞ്ഞ ഭദ്രകാളി പറഞ്ഞതായിട്ടുള്ള ഈ വാക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ, ദുർഗ പറഞ്ഞ ആ വാക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ, മഹാദേവി പറഞ്ഞ വാക്ക് കേട്ടപ്പോൾ കൂട്ടുകാരായിട്ടുള്ള പ്രലംബൻ, ഭഗൻ, പൂതന തുടങ്ങിയിട്ടുള്ള ആളുകളെയൊക്കെ കൂട്ടി മന്ത്രിസഭ കൂടി ഈ ഇപ്പോൾ ജനിച്ചതായിട്ടുള്ള കുട്ടികളെ, അപ്പോൾ അതിൽ ഭഗവാനും പെടും, ഈ കൃഷ്ണനെയും കൊല്ലാൻ തീരുമാനിച്ചു. എന്തും ചെയ്യാൻ ഒരു മടിയില്ല, പേടിയില്ല. മാത്രമല്ല ഇതൊരു ശീലമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ആളുകളെ കൊല്ലാൻ വേണ്ടി നിശ്ചയിച്ച് എല്ലാവരും ഈ ലോകം മുഴുവനെ തിരഞ്ഞു. കിട്ടിയ കുട്ടികളൊക്കെ കൊന്ന് തിന്നും കൊണ്ട് അങ്ങനെ നടന്നു. കാരണം ഇവർക്കത് തിന്നാൻ പറ്റും, രാക്ഷസന്മാരല്ലേ. ഒരു ദയയില്ലാത്ത അവർക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് എന്താ ഉള്ളത്? അവർക്ക് മാനമുണ്ടോ, ദയുണ്ടോ, സ്നേഹമുണ്ടോ? ഒന്നുമില്ല. പ്രഗേ പുനരഗാത്മജാവചനമീരിതാ ഭൂഭുജ പ്രലംബകപൂതന പ്രമുഖദാനവാ മാനിന ഭവന്നിധനകാമ്യയാ ജഗതി ഭ്രമുർനിർഭയ കുമാരകവിമാരക കിമിവ ദുഷ്കരം നിഷ്കൃപൈ. ഇനി 8ാമത്തെ ശ്ലോകം. തതഃ പശുപമന്ദിരേ ത്വയി മുകുന്ദനന്ദപ്രിയ പ്രസൂതിശയനേ ശയേരുദതി കിഞ്ചിദഞ്ജത്പദേ വിബുദ്ധ്യവനിതാജനൈസ്തനയ സംഭവേ ഘോഷിതേ മുദാ കിമു വദാമ്യഹോ സകലമാകുലം ഗോകുലം. തതഃ അതിനുശേഷം, അല്ലയോ മുകുന്ദ, ഭഗവാനെ എന്ന് വിളിക്കുകയാണ്. മേൽപ്പത്തൂര് ശ്രീകൃഷ്ണനെ നോക്കിയിട്ടാണ് വിളിക്കുന്നത്. ത്വയി പശുപമന്ദിരേ, ആ നന്ദഗോപന്റെ ഗൃഹത്തിലെ പശുപാലന്മാരുടെ നേതാവ് എന്നും പശുപന്മാരുടെ നേതാവ്, രാജാവ് എന്ന നിലയ്ക്ക് ഈ പശുപമന്ദിരെ ഗോകുലത്തിലെ നന്ദപ്രിയ, നന്ദഗോപരുടെ പത്നിയായിട്ടുള്ള പ്രസൂതി ശയനേശയെ, യശോദയുടെ പ്രസവശയ്യയിൽ കിടക്കുന്നതായിട്ടുള്ള. അപ്പോൾ ഇവിടെ നന്ദഗോപരുടെ ഗൃഹത്തിൽ പത്നിയായിട്ടുള്ള യശോദയ്ക്ക് പ്രസവിച്ചതായിട്ടുള്ള ആ ഉണ്ണി ആണായിരുന്നു പെണ്ണായിരുന്നു അറിയില്ല. പെണ്ണാണ് ജനിച്ചത്, പെണ്ണിനെ മാറ്റിയത് അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഉണ്ണിയാണ്. ഏതായാലും ആ വസുദേവരുടെ ദേവകിയുടെയും പുത്രനായിട്ടുള്ള കൃഷ്ണൻ അവിടെ യശോദാപുത്രനായിട്ട് യശോദയുടെ കട്ടിലിൽ കിടക്കുമ്പോൾ പ്രസവിച്ച സമയമല്ലേ. കിഞ്ചിതഞ്ജത്പതേ, ചെറുതായിട്ട് ഇളകുന്നതായിട്ടുള്ള കാലുകളോട് കൂടിയിട്ട് രുദതി, കരയുന്നതായിട്ടുള്ള അവസരത്തിൽ വനിതാജനൈഹി, സ്ത്രീകളെല്ലാവരും ഗോപികളെല്ലാവരും അവിടെ ഉണ്ട്. വിബുദ്ധ്യ, അപ്പോൾ അവരെ കൊണർന്നു. തനയ സംഭവേ, ഈ പുത്രജനനം കേട്ടപ്പോൾ ഘോഷിതേ, എത്ര ഉറക്ക പറയപ്പെട്ടുവോ അത്രത്തോളം ഉറക്ക പറയപ്പെട്ടു. മുദ, സന്തോഷം കൊണ്ട്, എന്ന് വെച്ചാൽ ഈ വിവരം അറിഞ്ഞപ്പോൾ കർണികയ, അത് ഗോകുലം മുഴുവന്, അമ്പാടി മുഴുവൻ അത് പരന്നു. ഇങ്ങനെ യശോദയ്ക്ക് ഉണ്ണിയുണ്ടായി എന്ന്.
ആ പുത്രജനനം ഘോഷിതേ ഇങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ അത് സകലം ഗോകുലം ആകുലം എല്ലാ മറ്റേ ഗോകുലം മുഴുവനെ ഇളകി വശമായി എന്നാണ്. അതായത് ഈ ഉണ്ണി ഉണ്ടാവുക എന്നുള്ളത്, രാജാവ് ഉണ്ടാവുക എന്നുള്ളത് യശോദയ്ക്കും നന്ദഗോപർക്കും ഒരുപാട് ലേറ്റായിരിക്കുന്നു. 50 വയസ്സ് 60 വയസ്സ് എന്നുള്ള മട്ട. അപ്പോൾ അവർക്കൊരു ദമ്പതിമാർക്ക് ഒരു പുത്രൻ ഉണ്ടാവുക എന്നുള്ളത് ഒക്കെ വലിയ വലിയ ആശ്ചര്യകരമാണ്. ഈ ആശ്ചര്യം അത് എല്ലാവരും ഒന്ന് ഇളക്കി മറിച്ചു എന്നാണ്. അപ്പോൾ ഗോപികമാരും ഗോപന്മാരും ഒക്കെ നല്ലോണം ആശ്ചര്യം 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 എന്ന രീതിയിൽ ഗോകുലത്തെ മുഴുവൻ ഈ ജനനം ഇളക്കി മറിച്ചു. ഇത് ഭഗവാന്റെ ഒരു ലീലയും കൂടിയാണ്. അപ്പോൾ കിമു വദാമി, ഈ കാര്യത്തിലും വേറെ എന്താ പറയാനുള്ളത്? മറ്റൊന്നും പറയാനില്ല. അങ്ങനെ ഒരു വല്ലാത്ത ആഘോഷമായിട്ട് മാറി. പിന്നെ ഭഗവാന്റെ അവതാരമാകുമ്പോൾ അത് ലോകം മുഴുവൻ അറിയില്ലേ. ഗോകുലം മാത്രമല്ല, ഈ ബ്രഹ്മാണ്ടമല്ല, എല്ലാ ബ്രഹ്മാണ്ടവും അറിയും എന്നുള്ള മട്ട. തതഃ മുകുന്ദ ത്വയി പശുപമന്ദിരെ നന്ദപ്രിയ പ്രസൂതി ശയനേശയെ കിഞ്ചിത് അഞ്ജത്പദേ രുദതി വനിതാജനൈഃ വിബുദ്ധ്യ തനയസംഭവേ ഘോഷിതേ മുദ സകലം ഗോകുലം ആകുലം ആശ്ചര്യം കിമു വദാമി. അപ്പം അതിനുശേഷം മുക്തി കൊടുക്കുന്നതായുള്ള മുക്തിതനായിട്ടുള്ള മുകുന്ദൻ, ആ വിഷ്ണുവാണ് ഇവിടെ ഗുരുവായൂരപ്പൻ ഇവിടെ നന്ദഗോപൻ്റെ ഗൃഹത്തിൽ നന്ദഗോപപത്നിയായിട്ടുള്ള യശോദയുടെ പ്രസവിച്ച് കിടക്കുന്നതായിട്ട് കട്ടിലിൽ കിടക്കുന്ന ആ ഉണ്ണി. അപ്പോൾ ഉണ്ണി ചെറുതായിട്ടൊന്ന് കാലുകൾ എന്നിങ്ങനെ ഇളക്കി. അപ്പോൾ ആ സമയത്തൊന്നിങ്ങനെ കരഞ്ഞു. ഈ കരച്ചിൽ കേട്ടു മറ്റു സ്ത്രീകളൊക്കെ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കർണേ കന്യകയ ആ ഗോകുലം മുഴുവനെ ഈ യശോദയ്ക്ക് ഉണ്ണി ഉണ്ടായി എന്ന് ഉറക്കെ പറയപ്പെട്ടു. സന്തോഷം കണ്ടവരൊക്കെ തുള്ളിച്ചാടി. അവരോരോരുത്തരും ഈ ഉണ്ണിയെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരികയും ചെയ്തു. അപ്പോൾ ആ ഇളക്കി മറിച്ചു ഗോകുലം മുഴുവൻ. ഇത് ഭഗവാന്റെ ലീലയാണ്. അതിന് ആശ്ചര്യം എത്രയാ, അതിനെങ്ങനെ ഇപ്പോൾ ഒരു ആശ്ചര്യം എന്ന് പറയുക? ഭഗവാന്റെ അവതാരം ഇങ്ങനെയൊക്കെ തന്നെയല്ലേ. തത പശുപമന്ദിരേ ത്വയി മുകുന്ദ നന്ദപ്രിയ പ്രസൂതി ശയനേശയേരുദതി കിഞ്ചിദഞ്ജത്പദേ വിബുദ്ധ്യ വനിതാജനൈസ്തനയ സംഭവേ ഘോഷിതേ മുദാ കിമു വദാമ്യഹോ സകലമാകുലം ഗോകുലം അഹോ ഖലു യശോദയാ നവകളായ ചേതോഹരം ഭവന്തമലമന്തികേ പ്രഥമമാവിവന്ദ്യാദൃശാം പുനസ്തനഭരം നിജം സപതി പായയന്ത്യാ മുദാ മനോഹരതനുസ്പൃശാ ജഗതി പുണ്യവന്തോജിതാം. പ്രഥമം നവകളായ ചേതോഹരം ഭവന്തം അന്തികേ മുദാ ഖലു ദൃശ ആപിബന്ധ്യ പുനഃ സപതി നിജം സ്തനഭരം മുദാ പായന്ത്യ മനോഹരതനുസ്പൃശ യശോദയാ ജഗതി പുണ്യവന്തഃ ജിതാഹ ഖലു അഹോ. യശോദയുടെ ഭാഗ്യത്തെയാണ് അവിടെ പറയണത്. അഹോ, ഇത് പ്രഥമം നവകളായ ചേതോഹരം, ആദ്യമായിട്ട് പുതിയ ഈ ശ്യാമളവർണ്ണനായിട്ടുള്ള കരിങ്കോളത്തിൻ്റെ ഇല പോലെയുള്ള നിറമുള്ളതായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഭഗവാനെ ഭവന്തം, ആ ഭഗവാന്റെ അന്തികെ സമീപത്തിൽ മുദ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഖലു അങ്ങേയറ്റം ദൃശ എല്ലാവരും ഈ ഭഗവാനെ ഇങ്ങനെ നോക്കുന്നുണ്ട്, ആ ഉണ്ണി ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി കാണുന്നു. ആവിപന്ധ്യ, അതിങ്ങനെ കാണുക മാത്രമല്ല കുടിക്കുകയാണ്, ആസ്വദിക്കുകയാണ്. കൃഷ്ണനെ കാണുക, ആസ്വദിക്കുക, കുടിക്കുക. കൃഷ്ണനെ എങ്ങനെയാണ് കുടിക്കുക എന്ന് വെച്ചാൽ കണ്ടിട്ട് മതിയാവണില്ല, ഓരോരുത്തർക്ക് വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുക. അത്ര സൗന്ദര്യം, എന്തൊരു കൗതുകം നിശ്ചല. പുനഃ സപതി, ഇപ്പം ഇങ്ങനെ ഓരോരുത്തരും എല്ലാ ഗോകുലത്തിലുള്ള എല്ലാവരും ഇതേപോലെ വന്നു. എന്നിട്ട് കൃഷ്ണനെ കണ്ടു. എത്ര കണ്ടാലും മതിയാവണില്ല. നമ്മൾ ഭഗവാനെ തൊഴാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ആ തിരക്ക് കാരണം കൊണ്ട് നമുക്ക് ഒരു തവണ കണ്ടാൽ പോരാന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ ചെയ്യുക, ബാക്കിയുള്ളവർക്കും വേണ്ടേ എന്ന കൂട്ടത്തിൽ എത്രയാ ചോദിച്ചാൽ നിശ്ചയില്ല അത്രയും ആളുകൾ വരിക. ഓരോരുത്തർ കാണുന്നു, മതിയാവണില്ല, വീണ്ടും വീണ്ടും നോക്കാൻ വേണ്ടി ശ്രമിക്കണു. അപ്പോഴേക്കും പോവാറായി. അങ്ങനെ ആസ്വദിക്കുകയാണ് എല്ലാവരും. പിന്നീട് വേഗത്തിൽ തന്നെ ഈ യശോദ നിജം സ്തനഭരം, തൻ്റെ ചെറുതായിട്ടുള്ള പാല് അതിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. പാല് അത് നന്നായിട്ട് ചെറുന്നു. അത് ഉണ്ണി നന്നായിട്ട് കുടിച്ചു.
യശോദ നന്നായിട്ട് കൊടുത്തു. രണ്ടുപേർക്കും മുതുക, വളരെ സന്തോഷം. മാത്രമല്ല പായന്ത്യ, ആ സ്തനം നിജം സ്തനഭരം മുതുക പായന്ത്യ, അതിങ്ങനെ പാനം ചെയ്യിക്കുമ്പോൾ, മുല കുടിപ്പിക്കുമ്പോൾ മനോഹര തനുസ്പൃശ, അതിമനോഹരമായിട്ടുള്ള ഈ ഭഗവാന്റെ ശരീരത്തെ കാണുന്നു. എടുത്തുള്ള സമയത്താണ് കാണുന്നു, തലോടുന്നു, ആലിംഗനം ചെയ്യണു, എന്തൊക്കെയോ സംവദിക്കുന്നു. കണ്ണുകളെ കൊണ്ട് അങ്ങനെയില്ല. തമ്മിലുള്ളൊരു ഈ സംവാദം, തലോടല്, മറ്റു കാര്യങ്ങളൊക്കെ യശോദയ്ക്ക് ഭഗവാൻ കൊടുത്തു. ഒരു ബ്രഹ്മത്തെയാണ് അങ്ങനെ കിട്ടിയതേ. അപ്പം ആ യശോദയാ ജഗതി പുണ്യവന്ത, യശോദയുടെ അത്ര പുണ്യം പിന്നെ ആർക്കാ കിട്ടിയിട്ടുണ്ടാവുക? എത്ര ഭാഗ്യം ആർക്കാ കിട്ടിയിട്ടുണ്ടാവുക? ആ പുണ്യം കൊണ്ട് കിട്ടിയതായിട്ടുള്ള ഈ ബ്രഹ്മത്തെ എടുക്കാൻ, ആലിംഗന സുഖത്തെ, ഭഗവാനാണതേ. ജിതാഹ ഖലു അഹോ, എന്ത് പുണ്യമാണ് ഈ അമ്മ ചെയ്തെടുക്കണത്? ഈ അമ്മയെ ജയിക്കാൻ പറ്റുമോ? ഈ പുണ്യം ചെയ്ത ആളുകൾ ജയിക്കപ്പെടുകയുണ്ടായി. ആശ്ചര്യം. അപ്പോൾ യശോദ ആ സമയത്ത് വളരെയധികം ഭാഗ്യം ചെയ്തു എന്ന് പറഞ്ഞു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ആ ഗോപികമാർ മുഴുവൻ ഈ ഉണ്ണിയെ എടുക്കണു, താലോലിക്കണു, പിന്നാലോടണു, നടക്കണു, പിടിക്കണു, കളിപ്പിക്കണു, പലതും ചെയ്യണു. എന്തൊക്കെ കൊടുക്കണു, എന്തൊക്കെ വാങ്ങണു, എന്തൊക്കെ പറയണു, എന്തൊക്കെ ചെയ്യണു, എന്തൊക്കെ ചെയ്യിക്കണു. അവരുടെ ആ ഒരു സച്ചിദാനന്ദം ഈ ഭഗവാനെ ഇങ്ങനെ കൈ കിട്ടണ്ടേ? എന്ത് തപസ് ചെയ്താലാ അത് കിട്ടുക? എത്ര പുണ്യം ഉണ്ടായാലാ കിട്ടുക? എത്ര ഭാഗ്യം ഉണ്ടായാലാ കിട്ടുക? അഹോ ഖലു യശോദയാ നവകളായ ചേതോഹരം ഭവന്തമലമന്തികേ പ്രഥമമാപിബന്ധ്യാദൃശ പുനസ്തനഭരം നിജം സപതി പായയന്ത്യാമുദ മനോഹര തനുസ്പൃശ ജഗതി പുണ്യവന്തോജിതാം. ഇപ്പോൾ ആദ്യമായിട്ട് ഈ ശ്യാമളവർണ്ണനായിട്ടുള്ള അതിമനോഹരനായിട്ടുള്ള ഭഗവാന്റെ സമീപത്തിൽ ഓരോരുത്തരും വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് അനവധി കാര്യങ്ങളാണ്. ഒന്ന് രാജാവിനെ കിട്ടി, ഒന്ന് അനവധി ദുഃഖിച്ചിരിക്കുന്നതായിട്ടുള്ള സന്താനമില്ലാതെ കണ്ട് വിഷമിക്കുന്ന യശോദയ്ക്കുന്നത് ഗോപർക്കും ഒരു ഉണ്ണിയെ കിട്ടി. പിന്നെ ഭഗവാൻ തന്നെയാണ്, അത്രയും കൗതുകം കാര്യങ്ങളൊക്കെ ഉണ്ട്. സൗന്ദര്യം എന്തൊക്കെയാണെന്ന് വെച്ചാൽ പലതും ഉണ്ട്. ആകർഷകം, ചെന്ന് കണ്ടാൽ പിന്നെ ഇങ്ങോട്ട് പോരാൻ തോന്നില്ല, വീട്ടിലേക്ക് പോകാൻ തോന്നില്ല. ആ മട്ട അങ്ങനെ കണ്ണുകളെ കൊണ്ട് നോക്കി ആസ്വദിക്കുന്നു. അതേപോലെ തന്നെ യശോദയും ഈ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള സ്ഥലങ്ങൾ പാലിങ്ങനെ ചൊരന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അത് മുഴുവൻ ഭഗവാൻ സന്തോഷത്തോട് കൂടിയിട്ട് കുടിക്കുക. എത്ര കുടിച്ചാലും മതിയാവണമില്ല. എത്ര കൊടുത്താലും യശോദയ്ക്കും പോരാ. സ്ഥാനത്തിലോ എത്ര എടുത്താലും കഴിയണമില്ല, അത്രയും കൂടുതൽ ഇങ്ങനെ വലുത് എവിടുന്ന പാലിങ്ങനെ വരണേവോ. അങ്ങനെ രണ്ടുപേരും സച്ചിദാനന്ദത്തെ അനുഭവിക്കുകയാണ്. ഭക്തന് ഭഗവാനെ കിട്ടിയ ഭാവം, ഭഗവാന് ഭക്തനെ അനുഗ്രഹിക്കാൻ കിട്ടിയ അവസരം, രണ്ടുപേരും ഉപയോഗിക്കുക. അതേപോലെ തന്നെ ബാക്കിയുള്ളവരൊക്കെയും ഇങ്ങനെ യശോദ എന്ത് പുണ്യം ചെയ്തെടുക്കണമെന്നവേ, ഇതൊരു വല്ലാത്ത ആശ്ചര്യം തന്നെയാണ്. അഹോ ഖലു യശോദയാ നവകളായ ചേതോഹരം ഭവന്തമലമന്തികേ പ്രഥമമാപിബന്ധ്യാദൃശ പുനസ്തനഭരം നിജം സപതി പായയന്ത്യാമുദ മനോഹര തനുസ്പൃശ ജഗതി പുണ്യവന്തോജിത. ഇനി 10ാമത്തെ ശ്ലോകം. ഭവത് കുശലകാമ്യയാ സ ഖലു നന്ദഗോപസ്തദാ പ്രമോദഭരസങ്കുലോ ദ്വിജകുലായ കിം നാദദാത് തഥൈവ പശുപാലകാ കിമു ന മംഗളം തേനിരേ ജഗത്രിതയമംഗളത്വമിഹ പാഹി മാമയാത്. തദാ പ്രമോദഭരസങ്കുലഃ സഹ നന്ദഗോപഃ ഭവത് കുശലകാമ്യയാ കിം ഖലു ദ്വിജകുലായ ന ആദദാത് തഥാ ഏവ പശുപാലകാः കിമു മംഗളം ന തേനിരേ ജഗത്ഹൃദയം മംഗള ത്വം ഇഹ ആമയാത് മാം പാഹി. ഇവിടെ ആ സമയത്ത് സന്തോഷം കൊണ്ട്, അത് എത്രയാ സന്തോഷം ചോദിച്ചാൽ നിശ്ചയില്ല, അങ്ങനെ പ്രമോദഭരസങ്കുലന്മാരായിക്കൊണ്ട് സന്തോഷം അതങ്ങോട്ട് നിറഞ്ഞ് അതുകൊണ്ട് ഉള്ള ആധിക്യം, അങ്ങനെ സന്തോഷിച്ചതായിട്ടുള്ള ഓരോരുത്തരും നന്ദഗോപരുടെ കാര്യം പറയും വേണ്ട. മാത്രമല്ല നന്ദഗോപരുടെ ഈ സന്തോഷം ഭഗവാങ്കലുള്ള ഇനിയെല്ലാം നന്നായിട്ട് വരണം എന്നുള്ള താല്പര്യത്തിൽ ഭഗവാന് നന്നാവണേ, എൻ്റെ ഉണ്ണിക്ക് നന്നാവണേ എന്ന് കണക്കാക്കിക്കൊണ്ട്
ധാരാളമായിട്ട് ബ്രാഹ്മണർക്ക് ദാനങ്ങൾ കൊടുത്തു. കുന്നായിട്ട് കൊടുത്തു എന്നാണ്. 7 കുന്ന് എള്ളിൻ്റെ കുന്ന്, സ്വർണത്തിൻ്റെ കൂമ്പാരം, പശുക്കൾ ധാരാളം പശുദാനായിട്ട്, വസ്ത്രങ്ങൾ ധാരാളം. എന്തൊക്കെയാ കൊടുത്തത് ചോദിച്ചാൽ ശരിയ, പലതും 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 കൊടുത്തു. അതേപോലെ തന്നെ ഗോപന്മാർ എന്തൊക്കെ മംഗളകർമ്മങ്ങൾ ആ സമയത്ത് ചെയ്തു ചോദിച്ചാൽ ശരിയ, കൊട്ട്, പാട്ട്, സ്തുതി, നാമകീർത്തനങ്ങൾ, പുഷ്പവൃഷ്ടി, പിന്നെ എല്ലാവരും കൊണ്ടുവന്നതായിട്ടുള്ള ഈ ഗോരസങ്ങൾ, തൈരായാലും നെയ്യായാലും മോരായാലും പാലായാലും ഒക്കെ കാഴ്ചദ്രവ്യമായിട്ട്. ഇനിയിപ്പം മറ്റ് പലതും കൊണ്ടുവന്നുണ്ടാവും, പച്ചക്കറിയോ മറ്റേ അരിയോ ധാന്യമോ ഒക്കെ ഇതിൽ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തൊക്കെയാണ് കൊണ്ടുവന്നെന്നുള്ള ചോദിക്കരുത്, അങ്ങനെ പലതും കൊണ്ടുവന്നിട്ടുണ്ടാവും. അതൊക്കെ ഇവിടെ തന്നെ സംഭരിക്കാൻ സ്ഥലമില്ലാണ്ടേ. ഇപ്പോൾ ഇവർ കൊണ്ടുവന്നിട്ടുള്ള ഈ ഗോരസങ്ങളെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളർ ചേർത്ത വെള്ളമൊക്കെ ഇങ്ങനെ മേലേക്ക് ഒഴിക്കുക, പാല്, നെയ്യ്, തൈര് ഒക്കെ അങ്ങനെ മേലേക്ക് ഒഴിക്കുക, മഞ്ഞൾ കലക്കിയത്, കുങ്കുമം കലക്കിയത്, ഇതൊക്കെ അങ്ങനെ ഒഴിക്കുക. അപ്പോൾ അവിടെ എല്ലാ വസ്തുക്കളും, കുറിക്കൂട്ടുകളായാലും പച്ചക്കറി, പലചരക്ക്, ധാന്യങ്ങൾ, ധനം, സ്വർണം, എന്തൊക്കെയാണ് കൊണ്ടുവന്നുള്ളത് മുഴുവൻ പറയാൻ പറ്റില്ല. അതൊന്നും വിസ്തരിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഭാഗവതത്തിലായാലും വിസ്തരിച്ചിട്ടില്ല. എങ്ങനെയായാലും ഇത് മുഴുവൻ അവിടെ ആഘോഷമായിട്ട് ഉത്സവമായിട്ട് മാറി. തമ്മിൽ സന്തോഷത്തെ പങ്കുവച്ചു. അതിൽ യശോദയും രോഹിണിയും ഈ നന്ദഗോപരും പങ്കുചേരുകയും ചെയ്തു, ഒപ്പമുള്ള ബാക്കിയുള്ളവരൊക്കെ. ഇത് പക്ഷേ അവർക്ക് മാത്രമല്ല, ഗോകുലത്തിന് മാത്രമല്ല, 3 ലോകത്തിനും ഒരേപോലെ മംഗളമായി തീർത്തു ഭഗവാൻ. എല്ലാവരുടെയും കണ്ണുപെടുക, ദേവന്മാരുടെ ആയാലും ഋഷിമാരുടെ ആയാലും അതേപോലെ തന്നെ അസുരന്മാരുടെ ആയാലും. കാരണം കംസനാൽ നിയോഗിക്കപ്പെട്ട അവരുടെ സുഹൃത്തുക്കളൊക്കെ അവരുടേതായിട്ടുള്ള ലോകത്തിൽ ഈ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും കണ്ണുപെടുക. ഇങ്ങനെ 3 ലോകത്തിലും മംഗളകാരകനായിട്ടുള്ള ഈ ഭഗവാൻ ഇവിടെ ഈ അമ്പാടിയിൽ സുഖിച്ചിങ്ങനെ കഴിയുക. അങ്ങനെ സുഖിക്കുന്ന ഭഗവാനെ എനിക്കും എൻ്റെ ഇപ്പോഴത്തെ ഈ സുഖത്തിന് കുറവായിട്ട് വാദം വന്നിട്ടുണ്ട്. ഈ വാദത്തെ ഒന്ന് തീർത്തു തരണേ. രോഗം മാത്രം തീർത്താൽ പോരാട്ടോ, ഭവരോഗമുണ്ട്. ആ ഭവരോഗം ഒന്ന് തീർത്തു തരണേ. ത്വം ഇഹ ആമയാത് മാം പാഹി. അതുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല ഇല്ലാത്ത രീതിയിൽ എന്നെയും രോഗത്തിൽ നിന്നും മുക്തി തന്ന് എന്നെ രക്ഷിക്കണേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഭവത് കുശല കാമ്യയാസ ഖലു നന്ദഗോപസ്തദാ പ്രമോദഭരസങ്കുലോ ദ്വിജകുലായ കിം നാദദാത് തഥൈവ പശുപാലക കിമു ന മംഗളം തേനിരേ ജഗത്ഹൃദയമംഗള ത്വമിഹ പാഹി മാം ആമയാത്. തദാ പ്രമോദഭരസങ്കുലഃ സഹ നന്ദഗോപഃ ഭവത് കുശലകാമ്യയ കിം ഖലു ദ്വിജകുലായ ന ആദദാത് തഥാ ഏവ പശുപാലകാഃ കിമു മംഗളം ന തേനിരേ ജഗത്ഹൃദയമംഗള ത്വം ഇഹ ആമയാത് മാം അപി പാഹി. എന്നെയും രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം നമുക്കും അതേപോലെ തന്നെ എല്ലാവിധ പ്രാർത്ഥനകളും ഈ ദേവീദേവന്മാരോട് ചെയ്യാം. ഭഗവാനും കൃഷ്ണനായിട്ട്, മായാദേവി നന്ദജിയായിട്ട്. പക്ഷേ മായാദേവി ചെയ്തത് ഭഗവാന്റെ ആജ്ഞപ്രകാരം എല്ലാ കാവുകളിലും ഈ ഭൂമി മുഴുവൻ ദേവി ശാക്തേയമായിട്ട്, ശക്തിയായിട്ട് അമ്പലങ്ങളിൽ കുടിയിരുന്നു, കാവുകളിൽ ഇരുന്ന് നമ്മളെ ഇന്നും രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ആ അമ്മ നമ്മളെയും രക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഭഗവാന്റെ തൃക്കാലങ്ങൾ സമർപ്പിക്കുന്നു. ലക്ഷ്മി സമേതനായിട്ടുള്ള ഈ ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ശ്രീ തിരുമംഗലത്തെ ദേവരേ നാരായണ നാരായണ നാരായണ.